വാട്ട്സ്ആപ്പ് യൂട്യൂബ്, വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് ഇങ്ങനത്തെ ഒരു ഫ്രെയിം, പാടം, പിന്നെ നമ്മുടെ സൺസെറ്റ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5 മണി സമയമായിട്ട് നമ്മളിന്ന് വന്നേക്കേണ്ട ഒരു സ്പെഷ്യൽ ബൈക്കായിട്ടാണ്. യെസ്, അല്ലെങ്കിൽ ഒരു ജർമ്മൻ ബൈക്കിനാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ വ്ളോഗ്. നമ്മളിന്ന് വന്നേക്കുന്നത് നമ്മുടെ സ്വന്തം BMW GS 310R ആൻഡ് BMW ഫാമിലി തന്നെ 310R, G310R ആൻഡ് GS 310. നേക്കഡായി, സ്പോർട്സ് ടൂറിംഗായി, ഓഫ് റോഡായി, 3 സെഗ്മെൻറ്റിലുള്ള വണ്ടി ഈ സെയിം എഞ്ചിൻ വെച്ചിട്ട് ഇറക്കിയിട്ടുണ്ട്. യെസ്, നമ്മുടെ കയ്യിലുള്ളത് 2020 BS6 വേർഷൻ BMW GS 310. അപ്പോൾ എന്തുകൊണ്ട് ഈ വണ്ടി എന്നുള്ളതും എന്താണ് ഈ വണ്ടി എന്നുള്ളതും ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും. ആൻഡ് നമുക്ക് എന്തായാലും ലുക്സിൽ തന്നെ തുടങ്ങാം. ലുക്സിൽ തന്നെ തുടങ്ങുമ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ്. ഒരു ബൾക്കി ലുക്കൊക്കെ ഉള്ളൊരു ഫ്രണ്ട് യൂണിറ്റാണ് തോന്നുന്നുള്ളത്. എക്സ്പെഷ്യലി ആ ടാങ്കൊക്കെ ഒരു നല്ല ബൾക്കാണ് ഈ ഫ്രണ്ട് സൈഡ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഹെഡ്ലൈറ്റ് ഓണാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇതാണ് ഈ വണ്ടിയുടെ ഒരു ലുക്ക്. സൂര്യൻ്റെ വണ്ടിൻ്റെ നേരടിയിൽ BMW. എൻ്റെ പൊന്നി, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഞാൻ ഈ വണ്ടീനെ പൊക്കി പറയുന്നല്ല, എനിക്ക് ബ്ലാക്ക് കളർ കണ്ട ഏത് വണ്ടി ആയാലും ഭയങ്കര ഇഷ്ടമാണ്. എക്സ്പെഷ്യലി ഈ ഒരു കോംബോ ബ്ലാക്ക് വൈറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് കളർ സ്കീമാണ് ഈ 2 കളർ. നമുക്ക് എന്തായാലും ലുക്സിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഫ്രണ്ട് സൈഡിൽ നിന്ന് LED ഹെഡ് ലാമ്പ്സ് ആണ് വന്നിട്ടുള്ളത്. അതും 3 വേ അഡ്ജസ്റ്റബിൾ ആണ് വന്നിട്ടുള്ളത്. ഡിമ്മ്, ബ്രൈറ്റ്, പിന്നെ നമ്മുടെ DRലാണ് നടുക്ക് വന്നിട്ടുള്ളത്. ആ ഒരു ലൈറ്റ് മാത്രമായിട്ട് ഓണാക്കാം, ഹൈ ബീം ഓണാക്കാം, അതുപോലെ തന്നെ ലോ ബീം, അതൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെഡ്ലൈറ്റ് യൂണിറ്റാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യത്തിന് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ട്. പിന്നെ പ്രീമിയം നൽകണതിൽ നമ്മുടെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഈ UST ഫോക്സ്, ഗോൾഡൻ UST ഫോക്സ് ആണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഈ വണ്ടിക്കൊക്കെ സസ്പെൻഷൻ എന്ന് വെച്ചാൽ നല്ല ട്രാവലോട് കൂടിയിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഫ്രണ്ടും ബാക്കും കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ വണ്ടി കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ഒട്ടും പ്ലാനറ്റ് ഫുട്ടാവില്ല എന്നാണ്. പക്ഷേ ഇതാണ് ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ഇവൻ്റെ ഒരു കാഴ്ച എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ബൾക്കായിട്ടുള്ളൊരു ലുക്കാണ് ഈ വണ്ടി കൊടുത്തിട്ടുള്ളത്. ബീഫി അല്ലെങ്കിൽ നല്ല ബൾക്കി ആയിട്ടുള്ളൊരു ലുക്കാണ് ഈ ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വൈറ്റ് പാനൽ തന്നെ നല്ല ഭംഗിയാണ്. നല്ല എല്ലാ ഫൈബറിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. പിന്നെ വലിയ രീതിയിലുള്ള ഗ്രാഫിക്കൽ വർക്കൊന്നുമില്ല, ജസ്റ്റ് BMW ലോഗോ ആൻഡ് ദിസ് R, പിന്നെ ഒരു 310 എഴുതിയിട്ടുള്ളൊരു ചെറിയ സ്റ്റിക്കർ വർക്കാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് എഞ്ചിൻ്റെ കാര്യത്തിലേക്കൊക്കെ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ പറയാം, ദ സെയിം എക്സോസ്റ്റ് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ 310 ബൈക്സ്. നമുക്ക് എന്തായാലും റിയർ പ്രൊഫൈലിലേക്ക് നോക്കാം. ഇപ്പുറ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ദ സെയിം. ഒരു വണ്ടിക്ക് മെയിനായിട്ട് ലുക്സ് കൊടുക്കുന്നത് നമ്മുടെ ഈ ഒരു ഗോൾഡൻ UST ഫോക്സ് ആണെന്ന് ഞാൻ 100% പറയാം. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഒരു പ്രീമിയം ഫീൽ ആ വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഈ വണ്ടിയുടെ റിയർ പ്രൊഫൈൽ. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ ഒരു 400cc എന്നൊക്കെ പറയുന്ന ഒരു മോട്ടോർ സൈക്കിളുടെ ഏകദേശം ഒരു ബൾക്ക് ഫീൽ ചെയ്യും നമ്മുടെ. എക്സ്പെഷ്യലി അത് പറയാൻ കാരണം നമ്മുടെ പെട്രോൾ ടാങ്കാണ്. അപ്പോൾ നമുക്ക് ടയറിൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിലിപ്പോൾ കിടക്കുന്നത് രണ്ടും മിഷ്ലിൻ്റെ പൈലറ്റ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ടയേഴ്സാണ്. ഫ്രണ്ടിലിരിക്കുന്നത് 110/70 സെക്ഷൻ ടയേഴ്സും ബാക്കിൽ വന്നേക്കുന്നത് 150/60 സെക്ഷൻ ടയേഴ്സാണ്. ഇപ്പോൾ ഈ വണ്ടി നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ഒരു സ്റ്റോക്കായിട്ടാണ് എടുക്കുന്നത്. വിത്ത് ദ സാരി ഗാർഡ് ഉണ്ട്. എന്തിനാന്ന് അതിന് പോലും അറിയാത്തൊരു സാരി ഗാർഡാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ഭംഗി കുറയ്ക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാധനമാണ് ഈ സാരി ഗാർഡ്. ആൻഡ് ടോട്ടലി ഈ വണ്ടി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഭംഗിയിലാണ് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇരുന്നിട്ട് നോക്കാം. ഇരുന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ വണ്ടി ഞാനിപ്പോൾ പ്ലാനറ്റ് ഫുട്ടാണോ വെച്ചാൽ അപ്പോൾ ഞാൻ നിൽക്കുകയാണ് ജസ്റ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ആ സസ്പെൻഷനും നല്ല രീതിയിലൊരു ട്രാവലിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇവിടെ നോക്കുമ്പോൾ ഒരു ലുക്ക് കേട്ടോ. അത്യാവശ്യം നല്ല ബൾക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോയിലൂടെ കുറച്ച് നെഗറ്റീവ്സൊക്കെ ഞാൻ പറയാം. വേറെ ഒന്നുമല്ല, ഈ ഒരു BMW ഇങ്ങനത്തെ ഒരു മോട്ടോർ സൈക്കിൾ ഇറക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും കുഞ്ഞൊരു ഡിസ്പ്ലേ കൊടുത്തതെന്ന് നമ്മളെല്ലാവരും ആലോചിക്കും. നമ്മുടെ ജിക്സറിലൊക്കെ കണ്ടുവരുന്നതിനേക്കാളും ചെറിയൊരു ഡിസ്പ്ലേ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ വളരെ ബേസായിട്ടുള്ള ഇൻഫർമേഷൻ്റെ കൊടുത്തിട്ടുള്ളത്. അതിൽ ഫ്യൂൽ കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്, നമ്മുടെ RPM ഗേജ്, സ്പീഡ്, km/ലിറ്റർ, മൈലേജ് ഉണ്ട്, അതുപോലെ തന്നെ ഡേറ്റ്, നെക്സ്റ്റ് സർവീസ് ഡേറ്റ്, സെറ്റപ്പ് നമുക്കത് ചെയ്യാൻ പറ്റും, ഓഡോമീറ്റർ ഉണ്ട്, ട്രിപ്പ് 1 ആൻഡ് ട്രിപ്പ് 2, എൻജിൻ ഹീറ്റാണ് കാണിക്കുന്നത്. അങ്ങനെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി റേഞ്ചും ഉണ്ട്, കോൺസ്റ്റൻറ്റ് മൈലേജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരാണെങ്കിൽ കുറച്ച് വാർണിംഗ് ലാമ്പ് വന്നിട്ട്, പിന്നെ ABS എനിക്ക് അങ്ങനെ തോന്നുന്നൊരു മിറേഴ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ സ്വിച്ചസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ സ്വിച്ചസ് ഞാൻ വീണ്ടും BMW പറയുന്നത് എന്താ വെച്ചാൽ BMW ഇത്രയ്ക്കും പ്രീമിയം ബൈക്സ് ഇറക്കുകയാണെങ്കിൽ
ഇറക്കുന്നുണ്ടെങ്കിലും അവർ ഒരു വണ്ടിയിൽ നമ്മളൊരു യുണീക്നെസ് ഫീൽ ചെയ്യിപ്പിക്കണം. ഇപ്പോൾ ഏതൊരു വണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിലും ഒരു യുണീക്നെസ് ഫീൽ ചെയ്യണം. അതിൽ BMW അത് കൊടുത്തില്ല. നമ്മുടെ സെയിം RR310 അല്ലെങ്കിൽ മുമ്പ് വന്ന വണ്ടികളിൽ അതേ സെയിം സ്വിച്ചസാണ് വന്നിട്ടുള്ളത്. ഇതാണ് 3-way അഡ്ജസ്റ്റബിൾ സ്വിച്ചാണ്. ആൻഡ് നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് വെക്കാം. അതിനെക്കാട്ട് മുമ്പ് ഇതിൽ വന്നേക്കുന്നത് 4 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവേഴ്സും അതുപോലെ തന്നെ ബ്രേക്ക് ലിവേഴ്സാണ് വന്നിട്ടുള്ളത്, വിച്ച് ഈസ് ഗുഡ്. പിന്നെ ക്ലച്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്ലിപ്പർ ക്ലച്ചാണ് വന്നിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കേട്ടോക്കാം. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. The same sound which is come from the RR310 etc. ഒരു 98% വണ്ടി ഓക്കെ ആയിരിക്കും, ബട്ട് ദ റെസ്റ്റ് 2% വിൽ ബി ഫ്ലോപ്പ് ബൈ ദിസ് എക്സോസ്റ്റ്. ഈ ഒരു 2% കൊണ്ട് ഈ എക്സോസ്റ്റിൻ്റെ സൗണ്ട് കാരണത്താലാണ്. ലുക്സ് കുഴപ്പമില്ല, എഞ്ചിൻ്റെ വർക്ക് കുഴപ്പമില്ല, ബട്ട് ദ സൗണ്ട് ഭയങ്കര മോശമാണ്. നമുക്കെന്തായാലും ഇവിടെ നിന്ന് പോവാം. അപ്പോൾ എന്താണ് BMW എന്ന് ഞാൻ പറഞ്ഞു, എന്തുകൊണ്ട് BMW എന്ന് ഞാൻ പറയാം. ഓക്കെ, നമുക്കെന്തായാലും ഈ ഗ്രാമത്തിൽ നിന്ന് പോവാം. ഒറ്റ നോട്ടത്തിൽ ആൾക്കാർ വിചാരിക്കും അത്യാവശ്യം നല്ല ഒരു ബൾക്കി ബൈക്കാന്ന് വിചാരിക്കും, ബട്ട് സോ സ്വീറ്റ്. നമുക്കെന്തായാലും നല്ലൊരു റോഡിലെത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ നല്ലൊരു റോഡിൽ നമുക്കെന്തായാലും വണ്ടീനെ പറ്റി സംസാരിക്കാം. അപ്പോൾ എന്താണ് BMW എന്ന് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ എന്താണ് BMW G310R എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് G310R? നമ്മുടെ BMW ഫാമിലിയിൽ മെയിനായിട്ട് ലക്ഷറി ബൈക്സ് ഭയങ്കര കൂടുതലാണ്. ലക്ഷറി ബൈക്സ് എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പ്രീമിയം ബൈക്കുകളൊക്കെയാണ്. അപ്പോൾ ഇതൊരു വ്യക്തിക്കാണെങ്കിലും BMW ഫാമിലിയിൽ നിന്ന് ഒരു ബൈക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ തന്നെ ഒരു നോർമൽ ബൈക്ക്, ഒരു ലിറ്റർ ക്ലാസ് ബൈക്ക് അവർ മാനുഫാക്ചർ ചെയ്താണ് ഈ ഒരു G310R. പക്ഷെ നമ്മൾ പറഞ്ഞ പോലെ ഒന്നല്ല, മൂപ്പരാളുടെ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര കൂടുതലാണ്. ലൈക്ക് സൂപ്പർ ബൈക്കൊക്കെയാണ് മൂപ്പരാളുടെ മെയിൻ്റനൻസ്. ആൻഡ് നമുക്ക് എന്തായാലും ഇതിൻ്റെ എഞ്ചിനെ പറ്റി സംസാരിക്കാം. എഞ്ചിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇത് 310cc അല്ലെങ്കിൽ 312 ലിക്വിഡ് കൂൾഡ് റിവേഴ്സ് ഇൻക്ലൈൻ എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. സെയിം ഫ്രം RR310. അപ്പോൾ നിങ്ങൾ RR310 ഒക്കെ ഓടിച്ച ആൾക്കാരാണെങ്കിൽ, ഇപ്പോഴത്തെ അല്ല മുമ്പത്തെ RR310 ഒക്കെ ഓടിക്കണം അല്ലെങ്കിൽ ഓൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. നമുക്ക് എന്തായാലും പവറിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 34 bhp ആൻഡ് 28 Nm ടോർക്കാണ്. അതും അറൗണ്ട് 9500 RPM, അതുപോലെ തന്നെ ഒരു 7000 RPM ഈ ഒരു പവർ ഡെലിവറി ചെയ്യുന്നത്. പിന്നെ ക്ലച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഉള്ള സ്റ്റിപ്പർ ക്ലച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 310cc ഓടിച്ച കാരണം എനിക്ക് ആ ക്ലച്ചിൻ്റെ റിലീസിങ് നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗിയർ ബോക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ട്, ചെറിയൊരു ടൈറ്റ്നെസ് ഉണ്ട്. നമ്മളിപ്പോൾ സ്ലിപ്പറൊക്കെ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ, ഞാൻ ഈ വണ്ടി ഇതിൻ്റെ ഓണറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ സ്ലിപ്പർ ഇട്ടിട്ട് പോയി, ചെറിയൊരു ടൈറ്റ് ഉണ്ട്. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഷൂസാണ്. ഷൂസ് ഇട്ടപ്പോൾ ചെറുതായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു പ്രോബ്ലം സോർട്ട് ഔട്ട് ആയിട്ട്, അതായത് നല്ല രീതിയിൽ സോർട്ട് ഔട്ട് ആയിട്ട്. ഇപ്പോൾ നമ്മൾ പോകുന്നത് ഒരു 4th ഗിയറിൽ 37 km/h സ്പീഡിലാണ് പോണത്, വിത്തൗട്ട് നോക്കിംഗ് ആണ്. പിന്നെ ആക്സിഡൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുൾ സെൻസറാണ് വന്നിട്ടുള്ളത്. അത് കാരണം നല്ല രീതിയിലുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ള പമ്പ് വരെ നമുക്കത് ഫീൽ ചെയ്യും. That is G310RS. Sorry, R. ആൻഡ് നമുക്കിനി സീറ്റിംഗ് പൊസിഷനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രീറ്റ് ഫൈറ്ററിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ് നമ്മുടെ ഈ ഒരു ബൈക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വൈഡ് ഹാൻഡിൽ ബാർ, സിംഗിൾ പീസ് ഹാൻഡിൽ ബാർ വന്നിട്ടുള്ളത്. നേരെ ഞാനിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് വെച്ചാൽ ചെറിയൊരു രീതിയിലുള്ളൊരു ഇൻക്ലൈനാണ് വന്നിട്ടുള്ളത്. നേരെ ഫുഡ് സ്റ്റെപ്പ് അടിയിലാണ് വന്നിട്ടുള്ളത്. നല്ല രീതിയിൽ നമുക്ക് ടാങ്ക് ഹഗ് ചെയ്ത് പിടിക്കാൻ പറ്റിയ ഒരു എർഗണോമിക്സാണ് ഈ വണ്ടിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം നല്ല മസ്കുലാരിറ്റി ടാങ്കായ കാരണം നമുക്ക് ഇങ്ങനെ റിപ്പോർട്ടർമാരൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നമുക്ക് സംസാരിച്ച് പോകാം. നല്ല രസമായിട്ടുള്ളൊരു സീറ്റിംഗ് പോസ്റ്ററാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഓപ്പൺ റോഡ് എന്ന് പറയാൻ പറ്റില്ല, നമുക്കൊന്ന് പറപ്പിച്ചെടുത്ത് പവർ.
ഡിസ്പ്ലേസ്മെൻ്റ് പവർ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പവറിക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട ഒരു 6000 അല്ലെങ്കിൽ 5500 RPM ഒക്കെ കഴിയുമ്പോൾ ആൾ വേറൊരു ആറ്റിറ്റ്യൂഡാവാണ്. വേറെ എന്ന് വെച്ചാൽ അന്യൻ അമ്പി എന്നൊക്കെ പറയുന്ന പോലെ ഡേഞ്ചറസ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റിയൊരു ഡേഞ്ചറസ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ സസ്പെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലിരിക്കുന്നത് ഒരു ഫ്രണ്ടിലാണെങ്കിൽ USD ഫോക്സ് ആണ്, ഗോൾഡൻ USD ഫോക്സും, ബാക്കിലുണ്ട് സ്പ്രിംഗ് ഓയിൽ സസ്പെൻഷനാണ്. അത് സിംഗിൾ സ്പ്രിംഗ് ആണ്. നല്ലൊരു സസ്പെൻഷനാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാവൽ പ്രൊവൈഡ് ചെയ്യുന്ന സസ്പെൻഷനാണ്. എനിക്ക് നല്ല രീതിയിലൊരു പോസിറ്റീവ് ഫീലാണ് എനിക്ക് വന്നിട്ടുള്ളത്. അത്രയ്ക്കും അപകടം ഉണ്ടാവുക ഇതൊക്കെ മതി. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, നല്ല രീതിയിൽ കോൾഡ് ഉണ്ട്. നമുക്കായിട്ട് നല്ലൊരു ഓപ്പൺ റോഡാണല്ലോ ഒരുങ്ങിയിരിക്കണം മല്ലയ്യ. ആൻഡ് ടൈം ടു പമ്പ്. Wow, so cool. ഇപ്പം ഈ വണ്ടിയൊക്കെ ആരൊക്കെ ചൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേ സെയിം എൻജോയ് ഒരു 3-4 വണ്ടി ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുകയാണെങ്കിൽ അഡ്വഞ്ചർ സീരീസിലാണെങ്കിൽ നമ്മുടെ BMW GS 310, അതുപോലെ തന്നെ നമ്മുടെ നേക്കഡായിട്ട് ഇവൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ RR 310 ഫെയറിങ് വെച്ചിട്ട് 310 RR എന്ന് പറഞ്ഞൊരു മോഡൽ അത് ഞാൻ തോന്നുന്നുണ്ട്, അത് വന്നിട്ടുണ്ട്. പിന്നെ TVS ഫാമിലിയിൽ തന്നെ RTR 310 ഷാർപ്പ് അഡ്ജസ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണോ എന്നല്ല, പക്ഷേ അത് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം നല്ല രീതിയിലുള്ള ഒരു പവർ ഡെലിവറിയും നല്ല രീതിയിലത് ഫീൽ ചെയ്യും. ഈ 2 വണ്ടി അല്ലെങ്കിൽ BMW ഓടിച്ച് നോക്കുകയാണെങ്കിലും നല്ല രീതിയിൽ അത് ഫീൽ ചെയ്യും. പിന്നെ BMWയിലത്തെ RR 310 ഓടിച്ച് നോക്കുകയാണെങ്കിലും TVSൻ്റെ കറൻ്റ്ലി 2024 RR 310 ഓടിച്ച് നോക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. ബിക്കോസ് നല്ല മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ആ മൂപ്പരുകൾ വന്നിട്ടുള്ളത്. നിങ്ങൾ എടുക്കാൻ വേറെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബ്രാൻഡ്, ഇതൊരു BMW എന്ന് പറഞ്ഞ ബ്രാൻഡിന് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഗോ ഫോർ ഇറ്റ്. ഈ വണ്ടിയുടെ നെഗറ്റീവ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്താണെങ്കിൽ ഇച്ചിരി ഓവർ പ്രൈസ്ഡാണ്. ഒരു 310cc ഇത്തിരി ഓവർ പ്രൈസായിട്ട് തോന്നി. BMW ആണ്. അതുപോലെ തന്നെ നമുക്ക് സർവീസിൻ്റെ കാര്യം സംസാരിക്കുകയാണെങ്കിൽ സർവീസ് സെൻറ്റേഴ്സ് ഭയങ്കര കുറവാണ്. തൃശ്ശൂർ ഭയങ്കര കുറവാണ് സർവീസ് സെൻറ്റേഴ്സ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BMWൻ്റെ സർവീസ് സെൻറ്റേഴ്സ് ആകെ ഉള്ളത് കൊച്ചിയിൽ മാത്രമാണ്. കൊച്ചിയിൽ മാത്രമുള്ളൂ എൻ്റെ സർവീസ് സെൻറ്റർ. ദാറ്റ്സ് അറൗണ്ട് ഫ്രം ഹിയർ ഒരു 70 to 85 കിലോമീറ്റേഴ്സൊക്കെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് സർവീസിന് പോകേണ്ടത്. ഇൻ കേസ് ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ഒക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കയ്യിൽ പെടും. പിന്നെ സർവീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുതിയതായിട്ട് മേടിച്ചാണെങ്കിൽ വൺസ് ഇൻ 1000 കിലോമീറ്റേഴ്സ് 10,000 കിലോമീറ്റേഴ്സ് ആൻഡ് 1 ഇയറാണ് ഇതിൻ്റെ ബാലൻസ് സർവീസ് സെക്കൻഡ് സർവീസ് വരുന്നത്. അപ്പോൾ അതും ഒരു നെഗറ്റീവാണെന്ന് വെച്ചാൽ ഇത്രയ്ക്കും ടൈം ഗ്യാപ്പ് വരുന്നുണ്ട്. ഒരു 10,000 കിലോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും കിലോമീറ്റേഴ്സ് കൂടുമ്പോഴേക്കും വണ്ടിയുടെ ഏകദേശം ഒരു സർവീസ് കോസ്റ്റ് നല്ല രീതിയിൽ ഇൻക്രീസ് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. സർവീസ് എമൗണ്ട് കൂടും. അതുപോലെ തന്നെ BMW ആണ്, ആ ബ്രാൻഡ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ സർവീസ് കോസ്റ്റ് കൂട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ ഈ വണ്ടിയുടെ കോമ്പറ്റേറ്റേഴ്സ് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ CB 300R, നമ്മുടെ സ്വന്തം നേക്കഡ് ബൈക്ക്, അത് ഏകദേശം കോമ്പറ്റീറ്ററാണ്. സേഫ്റ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഡ്യുവൽ ചാനൽ ABS ആണ്, ഡ്യുവൽ ഡിസ്ക് ബ്രേക്സ് ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ ഇല്ല. ടയർ സ്പിന്നാവാൻ നല്ല രീതിയിലുള്ള ചാൻസ് ഈ വണ്ടിക്കുണ്ട്. ആൻഡ് നമുക്കിതിൻ്റെ പ്രൈസ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓവർ പ്രൈസ്ഡ് ആണെന്ന് പറയുകയാണെങ്കിൽ അറൗണ്ട് ഈ വണ്ടിയുടെ കറണ്ട് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 3.66 ലാക്കാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്, അതും കേരളത്തിൽ. ഈ വണ്ടി എന്തുകൊണ്ട് നോക്കണു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ബ്രാൻഡ്, ഈ BMW എന്ന് പറഞ്ഞ ബ്രാൻഡ് ആയതുകൊണ്ട് മാത്രമായിരിക്കും ആൾക്കാർ നോക്കണത്. ഇൻ കേസ് ഞാൻ ഈ വണ്ടി വാങ്ങുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് കാര്യം ഞാൻ ചെയ്യണത് ഒരു കുഞ്ഞൊരു വൈസർ ഞാൻ വയ്ക്കും. ബിക്കോസ് എനിക്ക് ഈ വണ്ടി ആദ്യം ഓടിച്ച സമയത്ത് ഭയങ്കര രീതിയിലുള്ള ഒരു ബ്ലാസ്റ്റ് എനിക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നു.
ടൂറിംഗ് വൈസറൊക്കെ നമുക്ക് ഷോറൂമിൽ തന്നെ ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കും. ഒരു കുഞ്ഞൊരു വൈസർ ഞാൻ വെക്കും. പിന്നെ ഞാൻ വെക്കുന്നത് ഒരു കുഞ്ഞൊരു ക്രാഷ് ഗാർഡ് ആയിരിക്കും, സൈഡിലെ ക്രാഷ് ഗാർഡ് വയ്ക്കും, പിന്നെ അതുപോലെ ഒരു റിയർ ഗാർഡ് വയ്ക്കും. ഈ 3 കാര്യങ്ങളും ഞാൻ മെയിനായിട്ട് ഞാൻ നോക്കണത്. ബിക്കോസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഇത് വീണ് കഴിഞ്ഞത്, ഈ ഒരു പീസ് ഇത് ഫുൾ ഫൈബറാണ്, പൊട്ടിക്കഴിഞ്ഞാൽ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ചീട്ട് കീറും. BMW ആണ്, വൈബ്രേഷൻ ഉണ്ട്. അത് ഏത് ഭാഗത്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. ഓവർ റവ് ചെയ്യുമ്പോൾ നമ്മുടെ റിയർ ഫുഡ് പാക്കിന്നൊക്കെ നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ട്. ഇത് ഹീറ്റിങ്ങിൻ്റെ കേസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു അറൗണ്ട് ഒരു 1 അവറിൻ്റെ അടുത്തായി ഓടിക്കുന്നു. എനിക്കിതുവരെ അങ്ങനത്തെ ഒരു ഹീറ്റിംഗ് ഉണ്ടോ വെച്ചാൽ എനിക്കെൻ്റെ കാഫ് മസിൽ നമ്മൾക്ക് ചെറിയൊരു ഹീറ്റിംഗ്. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാറായിട്ട്. ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ അറൗണ്ട് 500 അടിക്കാറായിട്ട്. പിന്നെ വേറൊരു എക്സ്ക്ലൂസീവ് ന്യൂസ്, നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗിവ് അവേ പ്ലാൻ ചെയ്തിട്ട്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ സബ്സ്ക്രൈബ് അടിച്ചത് പൊട്ടിക്കുക. ആർക്കാണ് ആ സർപ്രൈസ്, എന്താണ് സർപ്രൈസ് നിങ്ങൾ നോക്കാം. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കണ്ടാൽ 100 വൈബു സൈനിങ് ഓഫ്.